സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനിച്ചത് ദേശീയ പണിമുടക്ക് പഴയങ്ങാടി ചെറുകുന്ന് മേഖലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. തൊഴിൽ കോഡുകളടക്കം കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യമുയർത്തിയാണ് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ രാജ്യത്തെ തൊഴിലാളി വർഗം ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ പണിമുടക്ക് ആരംഭിച്ചത്. പണിമുടക്കിൽ പഴയങ്ങാടി മേഖലയിലെ കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നു. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ബസ്സുകളൊന്നും തന്നെ നിരത്തിലിറങ്ങിയില്ല. റെയിൽവേ സ്റ്റേഷനിലും യാത്രക്കാരുടെ എണ്ണം കുറവായിരുന്നു. സംയുക്ത സമരസമിതി ചെറുകുന്ന്, പഴയങ്ങാടി, കണ്ണപുരം മേഖലകളിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ചെറുകുന്ന് തറയിൽ നടന്ന പൊതുയോഗം CITU പാപ്പിനിശ്ശേരി ഏരിയ സെക്രട്ടറി PK സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മേഖലയിലും തൊഴിലാളിക്ക് സ്ഥിരം അവകാശമില്ല, തൊഴിലവകാശമില്ല, സ്ഥിരം ജോലിയില്ല, മറ്റൊരു ആനുകൂല്യവുമില്ല. ലേബർ ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യത്തിൽ ഇനി ഇടപെടേണ്ടതില്ല എന്ന് വെച്ചാൽ കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി സ്ത്രീക്ക് പ്രസവകാല അവധിയും പ്രസവകാല ആനുകൂല്യം ലഭിക്കുന്ന നിയമമുണ്ട്. നിർമ്മാണ തൊഴിലാളിക്ക് മാത്രം മറ്റു പലതിലും ഇനി ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ ഉന്നയിക്കാൻ അവകാശം പോലില്ല എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാൻ ഈ ഒരു പോയിന്റ് പറയാൻ കാരണം, പണിമുടക്കം കൊണ്ട് എന്ത് നേടി, എന്തിനാണ് ഈ പണിമുടക്കം എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. T. പുരുഷോത്തമൻ, A. കൃഷ്ണൻ, TK ദിവാകരൻ, M. കുഞ്ഞമ്പു, KV സുമേഷ്, T. ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.